2024 KFCയുടെ നേതൃത്വത്തിൽ നമുക്കിവിടെ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതവും ചെയ്യുന്നു നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയിലേക്ക്. Searching for glory, I'm a strong winner. Don't need no ball cause I'm a hard hitter. Only be swimming in the deep river. I'm a love giver. Searching for glory, I'm a strong winner. Don't need no ball cause I'm a hard hitter. Only be swimming in the deep river. I'm a love giver.
അയ്യമ്മാവനോട് എനിക്ക് ഒരു കാര്യം പറയുവാനുണ്ട്. അയ്യമ്മാവൻ്റെ മകൾ സൗദാമിനെ ഞാനൊരു പെങ്ങളെ പോലെയാണ് കാണുന്നത്. ഞാനും കരിച്ചോയും തമ്മിൽ ഇഷ്ടത്തിലാണ് അമ്മാവ. അമ്മാവനോട് ക്ഷമിക്കണം അമ്മ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടാം. ഒരു ചിച്ചിറക്കിരിക്കും മനസ്സേ ശുക്രിയ ഞാനത് പോക്രിയ. ഉമ്മറൊരു പുതിയ കാല ഡയലോഗൊക്കെ ആയിരുന്നു ഞാൻ എഴുതിയിരുന്നു. ഞാൻ നിനക്ക് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചു, നീ അത് അക്സെപ്റ്റ് ചെയ്തില്ല. ഇന്ന് കൃത്യം 12 മണിക്ക് ഞാൻ വാട്സപ്പിൽ വരും. നീ അത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് നിനക്ക് കൈപ്പേറിയ അനുഭവങ്ങൾ ഓർമ്മയിരിക്കും. ജയൻ ഒരു നീയോട് പെൺപിള്ളേരെ കളിയാക്കുന്ന ഒരാളോട് ഷാച്ചി, നീയും നിന്റെ ഒരു സൈക്കിളും വീട്ടിപ്പെടാൻ ജോസ് പ്രകാശ് 2 വോയിസ് വേരിയേഷൻ ഉണ്ട്. അതായത് പഴയ സ്ഥിരമായി പറഞ്ഞിരിക്കുന്ന ഡയലോഗുണ്ട്. അത് കഴിഞ്ഞിട്ട് പുള്ളി ദേവാസുരം എന്ന കഥാപാത്രം ചിത്രത്തില് എഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു ഏജ്ഡായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്തിരുന്നു. അതിനാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇന്ന് വൈകുന്നേരത്തെ ശരി ഒരു വൈകുന്നേരത്തൊക്കെ വരുന്നത് അത് താങ്കളുടെ കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞാൽ കൊണ്ട്, അല്ലെങ്കിൽ എന്റെ മുതലക്കുട്ടികളുടെ വെറുതെ വഴിയുണ്ടാകില്ല. ജോസ് പ്രകാശിനെ തന്നെ കുറച്ച് ദേവസ്വരം എന്ന കഥാപാത്രത്തിലെ എഴുത്തച്ഛൻ എന്നൊരു കഥാപാത്രം കുഞ്ഞിനുണ്ട്. എന്റെ ധർമ്മം കുറെ നാളായി ഓരോരുത്തർ ഉപ്പും ചോറും ഇല്ലെന്നും എല്ലാം എന്നോട് പോയി മണ്ണടിക്ക് പോട്ടെ. എന്തായാലും കുഞ്ഞൊരു കാര്യം മനസ്സിലാക്കുക, രാജരത്നം തന്നെയാണ് ഈ രക്തത്തിലൂടെ ഓടുന്നത്. കാരണമായ ഈ വഴി അതുകൂടെ നടക്കാതെ പോയി. എല്ലാവരും രക്തത്തിനൊക്കെ പറയാം.
അതിമനോഹരമായി നടത്താൻ സാധിച്ചു. അതിൽ എല്ലാവരുടെ സപ്പോർട്ടും സഹകരണവും നല്ല രീതിയിലുണ്ട്. ഞാൻ അവരവരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും വളരെ നന്നായി തന്നെ ചെയ്തു. അതുകൊണ്ട് ഇനി നമുക്കിത് മുന്നോട്ട് അടുത്ത വർഷങ്ങളിലും കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിച്ചാൽ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്തു. ശരിക്കും എല്ലാവരും പിള്ളേർ തന്നെയല്ല, നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് നമ്മുടെ ടോമും ഗിരീഷും ഒക്കെയാണ്. എന്തായാലും ജെയ്സണും ഇപ്പം എല്ലാവർക്കും എക്സ്പെഷ്യലി എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. അടുത്ത വർഷം നമുക്ക് കൂടാമെന്ന് പ്രതീക്ഷിക്കുന്നു.